ഹലോ ഗായ്സ്, അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ വീഡിയോ തുടങ്ങാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു ഈസ്റ്റർ എഗ്ഗാണ്. നമ്മൾ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മളൊരു മെമ്മറി ഈസ്റ്റർ എഗ്ഗാണ് ഉണ്ടാക്കാൻ പോണത്. ഷോർട്സിൽ തൊട്ടും ക്ലിയർ ആയിട്ടില്ല എന്ന് എനിക്കറിയാം. ഞാൻ കുറച്ച് സിക്കായിരുന്നു, അപ്പോൾ എനിക്ക് അധികം നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. വീഡിയോ ഇടാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ കൊണ്ട് എന്തൊക്കെയൊക്കെ കാണിച്ചാണ് ആ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതാരും മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കാണാം. അപ്പം എന്തായാലും നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഇതിൽ പ്രത്യേകിച്ച് ഒരു പണിയില്ല, എന്തോ ഭയങ്കര സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ കേട്ടോ. കണ്ടാൽ തന്നെ മനസ്സിലാവും. അത്രയേ ഉള്ളൂ, കാരണം ഭയങ്കര ഈസിയാണ്. നമ്മൾ ആദ്യം ഒരു എഗ് സർപ്രൈസ് എഗ്ഗിൻ്റെയോ അല്ലെങ്കിൽ കിൻഡർ ജോയുടെ ഒരു കവർ എടുക്കുക. പിന്നെ നിങ്ങൾക്കൊരു എക്സൈറ്റിംഗ് കാര്യം അറിയാവൂ, ഈ കിൻഡർ ജോയ് ഒക്കെ ഉണ്ടാക്കിയത് തന്നെ ഈസ്റ്റർ ഇൻസ്പയർഡ് ആയിട്ടാണ്. ശരിക്കും ഈസ്റ്റർ എഗ്ഗ് ഉണ്ടാക്കുന്നത് നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഗിഫ്റ്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ മേക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് ഈസ്റ്റർ എഗ്ഗ്. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന മെമ്മറി എഗ്ഗാണ്. നമുക്ക് തന്നെ ചെയ്യുന്നൊരു ഗിഫ്റ്റാണ് അടുത്ത കൊല്ലത്തൊക്കെ വേണ്ടി. അപ്പോൾ ആദ്യം നമ്മളൊരു ഈസ്റ്റർ എഗ്ഗ് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സർപ്രൈസ് എഗ്ഗിൻ്റെ വലിയൊരു കവർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് മെമ്മറീസൊക്കെ വെച്ച് നല്ലപോലെ ഒന്ന് ഗ്ലൂ ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൈൻഡ് ചെയ്യണ്ട, അതിൻ്റെ ഇടയിൽ കുറച്ച് ലാഗായിട്ട് പോയിട്ടുണ്ട്. അതെൻ്റെ അപ്പുറത്തൊരു കൂട്ടുകാരിയിരിക്കുന്നുണ്ട്, അവളോട് സംസാരിച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ വീഡിയോ ഒന്നും അപ്പോൾ അത് കിട്ടിയിട്ട് പോലുമില്ല. അതൊക്കെ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ എന്തായാലും ആദ്യത്തെ വീഡിയോ ആണല്ലോ ലോങ്, അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കാം. ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു തന്നത്, നമ്മുടെ രണ്ടാമത്തെ എഗ്ഗിനും സെയിം പ്രൊസീജിയർ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ എഗ്ഗും നമ്മൾ ഇങ്ങനെ ഗ്ലൂ ചെയ്തെടുക്കുക. അതിന് മുമ്പായിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നേരത്തെ എഗ്ഗ് കാണിക്കാത്തൊരു സംഭവമാണിത്. നമ്മൾ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ തുറക്കാൻ വേണ്ടി ഒരു ടെയിൽ കൊടുത്തിട്ടുണ്ടാവും, അത് കട്ട് ചെയ്ത് കളയണം, അല്ലെങ്കിൽ നമ്മുടെ എഗ്ഗ് പോലെ തോന്നിക്കില്ല. അപ്പം അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ മെമ്മറീസ് വെക്കുക. മെമ്മറീസ് വെക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്ന മെമ്മറീസ് തന്നെ വെക്കണമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഗിഫ്റ്റ്സ് വേണമെങ്കിൽ വെക്കാം കേട്ടോ. നിങ്ങൾക്ക് ഗിഫ്റ്റ്സ് വെച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോ കസിൻസിനോ പാരൻസിനോ ആർക്കാച്ചാൽ കൊടുക്കുക. അങ്ങനെ ഇത് മെമ്മറി ആയിട്ട് തന്നെ ഉണ്ടാക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ വെക്കുന്ന മെമ്മറീസ് കണ്ട് നിങ്ങൾ അന്തമൊന്നും വിടണ്ട. അങ്ങനെയൊക്കെയാണ്. സ്പൂണ് വരെ ഉണ്ട്, നോക്കണ്ട, അങ്ങനെയാണ്. അപ്പോൾ നമ്മളതെന്തായാലും ഒരു ഗ്ലൂ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഫെവിക്കോൾ വെച്ച് ചെയ്താലൊന്നും എനിക്ക് തോന്നുന്നില്ല, ഒട്ടുന്ന പ്ലാസ്റ്റിക് അല്ലേ. എന്നാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു തന്നത്, ഇനി നമുക്കിത് ഒട്ടിച്ചെടുക്കാം. ഞാൻ നല്ലപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പെയിൻ്റ് അടിക്കണം. ഇതിൽ പെയിൻ്റ് അടിക്കണമെങ്കിൽ ആദ്യം മാസ്കിൻ ടേപ്പ് ഒട്ടിക്കാണ്ട് ഇതിൽ പെയിൻ്റ് അടിക്കാൻ പറ്റില്ല. പക്ഷേ ഇതപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കടയിലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ച് ഒട്ടിച്ചിട്ട് പെയിൻ്റ് അടിക്കാൻ വിചാരിച്ചു. ടിഷ്യൂ പേപ്പർ വെച്ച് ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യണത്, അതുകൊണ്ട് എങ്ങനെയാണെന്നറിയില്ല, എന്നാലും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഗ്ലൂവും വെള്ളവും കൂടി മിക്സ് ചെയ്യണം. എനിക്ക് പ്രത്യേകിച്ച് റേഷ്യോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ടീസ്പൂൺ പശയ്ക്ക് 2 ടീസ്പൂൺ വെള്ളം എന്ന റേഷ്യോ ഒക്കെ എടുത്തോ ശരിയായിരിക്കും. 2:1 എന്ന റേഷ്യോ ഒക്കെ എടുത്തോ. അപ്പം എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ആദ്യം തന്നെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ചിട്ട് ഒട്ടിക്കരുത്. ഞാൻ ആ മണ്ടത്തരം കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ശരിക്കും നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ 4 മുറിച്ചിട്ട് അത് വേണം ഒരു ലെയർ വെച്ച് ഇങ്ങനെ ഒട്ടിക്കണം. ഇതിലിപ്പോൾ എത്ര ലെയർ കൊടുക്കണമെന്ന് ചോദിച്ചാൽ ഒരു 5 ലെയറൊക്കെ കൊടുത്താലാണ് മാക്സിമം ഇത് കവർ ആവുള്ളൂ. ഞാൻ 5 ലെയറൊന്നുമല്ല, അതിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. സൈഡൊക്കെ കവർ ആവണമെങ്കിൽ നല്ല കഷ്ടപ്പാടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഞാൻ ഇതിൽ ഒട്ടിക്കുന്നൊന്നും കാണിക്കില്ല, സോറി. പിന്നെ എന്തായാലും ഞാനിത് ഫുള്ള് കവർ ചെയ്തെടുത്ത് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ബേസ് കോട്ട് അടിക്കണം. ബേസ് കോട്ട് വൈറ്റ് അടിച്ച് എല്ലാം ചെയ്തതിന് ശേഷമാണ് എനിക്ക് വൈറ്റിനേക്കാട്ടി നല്ലത് ക്രീമായിരിക്കും എന്ന് തോന്നിയത്. അപ്പം എന്തായാലും ഇനിയിപ്പോൾ എനിക്ക് എന്തെങ്കിലും മാറ്റിയടിക്കാൻ പറ്റില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ നല്ല രസം ഉണ്ടാകും കാണാൻ. അപ്പം ഞാൻ എന്തായാലും ഒരെണ്ണത്തിൽ വൈറ്റ് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വലിയതിൽ വൈറ്റ് അടിച്ചെടുക്കണം.
കണ്ടോ, വൈറ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക ഗ്ലോ. പക്ഷേ അത്രയും ഒരു ആർട്ടിഫിഷ്യാലിറ്റി വേണ്ടായിരുന്നു. രണ്ടും ഒരേപോലെ മതിയായിരുന്നു. രണ്ടും ഒരേപോലെയാണ് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത്. നാടൻ മുട്ട പോലത്തെ കളറില്ലേ, അതും നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഈസ്റ്റർ എഗ് ഒരേപോലെ മതിയായിരുന്നു എന്നാണ്. അപ്പം എന്തായാലും ഞാനിതിൽ ചെയ്തേക്കുന്നത് ഫ്ലോറൽ പ്രിൻ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.